ഹായ് ഓൾ, വെൽക്കം ടു CIT സമഗ്ര. ഇന്നത്തെ ടോപ്പിക്ക് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററായ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. അതിൻ്റെ സെക്കൻഡ് പോർഷനാണ് വായിക്കുന്നത്. ജനകീയ സമരങ്ങൾ. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരം പിൻവലിച്ചെങ്കിലും ജനങ്ങളിൽ അത് സൃഷ്ടിച്ച ആവേശം അവസാനിച്ചില്ല. തുടർന്നുള്ള വർഷങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ അരങ്ങേറി. ആന്ധ്രയിലെ ഗോത്രജനതയുടെ സമരം ഇതിന് ഉദാഹരണമാണ്. ആന്ധ്രയിലെ ഗോത്രജനതയുടെ സമരം അല്ലൂരി സീതാരാമരാജുവിൻ്റെ നേതൃത്വത്തിലായിരുന്ന റാംബ ലഹള എന്നറിയപ്പെട്ട ഈ സമരം ബ്രിട്ടീഷ് വന നിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലിമേക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവുമായിരുന്നു അവരെ സമരത്തിന് പ്രേരിപ്പിച്ചത്. അപ്പോൾ റാംബ ലഹള നടന്നത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രയിലാണ്. ആന്ധ്രയിലെ ഗോത്രജനതയുടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരം അറിയപ്പെട്ടിരുന്ന പേരാണ് റാംബ ലഹള. റാംബ ലഹളക്ക് നേതൃത്വം നൽകിയത് അല്ലൂരി സീതാരാമരാജുവാണ്. റാംബ ലഹളക്ക് നേതൃത്വം നൽകിയതാണ് അല്ലൂരി സീതാരാമരാജുവാണ്. റാംബ ലഹളയുടെ കാരണങ്ങളാണ് ബ്രിട്ടീഷ് വനനിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലുമേക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടു, കൊള്ളപ്പലിശക്കാരുടെ ചൂഷണം. ഇതൊക്കെയായിരുന്നു റാംബ ലഹളക്ക് കാരണം. റാംബ ലഹളയുടെ കാരണങ്ങൾ ബ്രിട്ടീഷ് വനനിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലുമേക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവുമാണ് റാംബ ലഹളയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. 2500 ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ്, ആസാം റൈഫിൾസ് എന്നീ സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ച് സമരം അടിച്ചമർത്തി. അല്ലൂരി സീതാരാമരാജുവിൻ്റെ സമരത്തിനിടയിൽ കൊല്ലപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് ആണ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം. നിരവധി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ഇക്കാലത്ത് രൂപപ്പെട്ടിരുന്നു. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അഭിസംബോധന ചെയ്ത നേതാക്കളാണ് ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്ര ബോസുമാണ്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അഭിസംബോധന ചെയ്ത നേതാക്കൾ സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും. ഓക്കെ, ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണപരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാനും ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനായിരുന്നു സർ ജോൺ സൈമണിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനിലെ 7 അംഗങ്ങളും ബ്രിട്ടീഷുകാരായിരുന്നു. ഇക്കാരണത്താൽ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസും മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിച്ചു. സൈമൺ കമ്മീഷനെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാനും ഭരണകൂടം നിയമിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷന്. കമ്മീഷന്റെ തലവനാണ് സർ ജോൺ സൈമണാണ്. കമ്മീഷനിലെ 7 അംഗങ്ങളും ബ്രിട്ടീഷുകാരായിരുന്നു. ഈ സമിതിയിൽ ഇന്ത്യക്കാരെ ആരെയും ഉൾപ്പെടുത്താത്തതിനാൽ കമ്മീഷനെ ബഹിഷ്കരിക്കാനും കോൺഗ്രസും മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിച്ചു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ വർഷമാണ് 1928 ഫെബ്രുവരി 3-നാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഇതാണ് 1928 ഫെബ്രുവരി 3-നാണ് എത്തിയത്. കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ ആദ്യ ദിവസം ഹർത്താൽ ആചരിച്ചു. 1928 ഫെബ്രുവരി 3-ന് രാജ്യത്തുടനീളം ആചരിച്ച ഹർത്താലിൻ്റെ മുദ്രാവാക്യം സൈമൺ തിരിച്ചു പോകുക എന്നാണ്. സൈമൺ ഗോ ബാക്ക്. 1928 ഫെബ്രുവരി 3-ന് രാജ്യത്തുടനീളം ആചരിച്ച ഹർത്താലിൻ്റെ മുദ്രാവാക്യം സൈമൺ ഗോ ബാക്ക് എന്നാണ്. ലാഹോറിൽ സൈമൺ കമ്മീഷനെതിരെ നടന്ന സമരത്തിലെ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് മരണപ്പെട്ട നേതാവാണ് ലാലാ ലജ്പത് റായ്. കമ്മീഷൻ ഇന്ത്യയിലെത്തിയ ദിവസം തന്നെ രാജ്യത്തുടനീളം ഹർത്താൽ ആചരിച്ചു. സൈമൺ തിരിച്ചു പോകുക എന്ന മുദ്രാവാക്യം ഇന്ത്യൻ തെരുവുകളിൽ മുഴങ്ങി. ലാഹോറിൽ സമരക്കാർക്ക് നേരെ നടന്ന ലാത്തിച്ചാർജിൽ പരിക്കേറ്റ ലാലാ ലജ്പത് റായ് പിന്നീട് മരണപ്പെട്ടു. കെട്ടുറപ്പുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ലെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പൂനെയിലെ വിവിധ പാർട്ടികൾ യോഗം ചേർന്ന് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കി. ഈ റിപ്പോർട്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെട്ടു. പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സ്വാധീനം ചെലുത്തി. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയതാരാണ്? അത് മോത്തിലാൽ നെഹ്റുവാണ്. ഒരു കെട്ടുറപ്പുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ലെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പൂനെയിലെ വിവിധ പാർട്ടികൾ യോഗം ചേർന്ന് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കി. ഈ റിപ്പോർട്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്നു. പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സ്വാധീനം ചെലുത്തി. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് മോത്തിലാൽ നെഹ്റുവാണ്. ബർദോളി സത്യാഗ്രഹം. ബർദോളി കർഷക സമരം. ഗുജറാത്തിലെ ബർദോളി കർഷക സമരം നടന്നത് 1928-ലാണ്. 1928-ൽ ഗുജറാത്തിലെ ബർദോളിയിൽ വലിയൊരു കർഷക സമരത്തിന് വേദിയായി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. അബ്ബാസ് തിയാബ്ജി, വിത്തൽഭായ് പട്ടേൽ എന്നിവരും സമരത്തിൽ വലിയ പങ്കുവഹിച്ചു.
ഈ സമരത്തിന് പ്രധാന കാരണം ബ്രിട്ടീഷ് സർക്കാർ പ്രഖ്യാപിച്ച നികുതി വർധനവാണ്. നികുതി അടക്കം വിസമ്മതിച്ചുകൊണ്ട് കർഷകർ സമരം ആരംഭിച്ചു. കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ സർക്കാർ പിടിച്ചെടുത്തു. നിങ്ങളുടെ വണ്ടികളോ ഉപകരണങ്ങളോ അഴിച്ച് പല ഭാഗങ്ങളാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക എന്ന് സമരക്കാരോട് നിർദ്ദേശിച്ച നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജി ബർദോളി സന്ദർശിച്ച കർഷകർക്ക് ഉറച്ച പിന്തുണ നൽകി. സർക്കാർ നികുതി വർധനവ് പിൻവലിച്ചുകൊണ്ട് ബർദോളി സമരം വിജയം നേടുകയും ചെയ്തു. അപ്പോൾ ബർദോളി കർഷക സമരം, ഗുജറാത്തിലെ ബർദോളി കർഷക സമരം നടന്ന വർഷം 1928 ബർദോളി കർഷക സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി കർഷക സമരത്തിൽ പങ്കെടുത്ത മറ്റ് നേതാക്കളാണ് അബ്ബാസ് തിയാബ്ജിയും വിത്തൽഭായ് പട്ടേലും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ കൂടെ സമരത്തിൽ പങ്കെടുത്ത മറ്റ് നേതാക്കളാണ് വിത്തൽഭായ് പട്ടേൽ, അബ്ബാസ് തിയാബ്ജി. സമരത്തിന്റെ പ്രധാന കാരണം എന്താണ്? ബ്രിട്ടീഷ് സർക്കാർ പ്രഖ്യാപിച്ച നികുതി വർധനമാണ് സമരത്തിന്റെ പ്രധാന കാരണം. നികുതി അടക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കർഷകർ സമരം ആരംഭിച്ചു. കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ സർക്കാർ പിടിച്ചെടുത്തു. ഓക്കെ, നെക്സ്റ്റ് ആണ് ലാഹോർ സമ്മേളനം. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റും ആണ്. എനിക്ക് രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിക്കും എനിക്ക് വിശ്വാസമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. 1929 ഡിസംബറിൽ ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ നെഹ്റു നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗമാണ് മുകളിൽ നിങ്ങൾ വായിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ലാഹോർ സമ്മേളനം പല കാരണങ്ങൾ കൊണ്ടും സുപ്രധാനമായിരുന്നു. അപ്പോൾ 1929 ഡിസംബറിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിന്റെ അധ്യക്ഷനാരാണ്? അത് നെഹ്റുവാണ്. ലാഹോർ സമ്മേളനത്തിന്റെ പ്രാധാന്യം കോൺഗ്രസ് ആദ്യമായിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടത് ലാഹോർ സമ്മേളനത്തിലായിരുന്നു. ഇതിനായിട്ട് ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. ത്രിവർണ്ണ പതാക സ്വീകരിച്ചു. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ലാഹോർ സമ്മേളനം പല കാരണങ്ങൾ കൊണ്ടും സുപ്രധാനമായിരുന്നു. അവയിൽ ചിലതാണ് പറയുന്നത്. കോൺഗ്രസ് ആദ്യമായിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടത്. ഇതിനായിട്ട് ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. ത്രിവർണ്ണ പതാക സ്വീകരിച്ചു. ലാഹോർ സമ്മേളനം സ്വാതന്ത്ര്യ സമരത്തിലെ നാഴികക്കല്ലായി മാറിയത് എന്തുകൊണ്ടാണ്? ഓക്കെ, നെക്സ്റ്റ് ആണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് സ്വാതന്ത്ര്യ ദിനാഘോഷം. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചത് 1930 ജനുവരി 26 ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം 1930 ജനുവരി 26 ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ദേശീയ പതാക ഉയർത്തിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും ജനം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കാളികളായി. ചർക്കയിൽ നൂൽനൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യപ്രചരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായി ജനുവരി 26 തെരഞ്ഞെടുത്തത് ഈ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ച ഡേറ്റ് എന്നാണ്? 1930 ജനുവരി 26 ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ദേശീയ പതാക ഉയർത്തിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും ജനം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കാളികളായി. ഓക്കെ, നെക്സ്റ്റ് ആണ് നിയമലംഘന സമരം. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യവുമായിട്ട് ഒരു ബഹുജന സമരം തുടങ്ങാൻ ചുമതലപ്പെടുത്തിയ നേതാവാണ് മഹാത്മാഗാന്ധി. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യവുമായിട്ട് ഒരു ബഹുജന സമരം തുടങ്ങാൻ ചുമതലപ്പെടുത്തിയ നേതാവാണ് അത് ഗാന്ധിജിയാണ്. സമരം ആരംഭിക്കുന്നതിന് മുൻപ് ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗാന്ധിജി കത്ത് നൽകിയ വൈസ്രോയിയാണ് ഇർവിൻ പ്രഭു. സമരം ആരംഭിക്കുന്നതിന് മുൻപ് ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗാന്ധിജി കത്ത് നൽകിയ വൈസ്രോയിയാണ് ഇർവിൻ പ്രഭു. സർക്കാരിനെതിരെ സിവിൽ നിയമലംഘന സമരം ആരംഭിക്കുന്ന കാര്യവും കത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഇർവിൻ പ്രഭുവിനാണ് ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗാന്ധിജി കത്ത് നൽകിയ വൈസ്രോയി ഇർവിൻ പ്രഭുവിനാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സമരത്തിൽ പങ്കാളികളാക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. തുടർന്ന് ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘന സമരം തുടങ്ങാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘന സമരം തുടങ്ങാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കാരണങ്ങളാണ്: പൊതുവെ ഉഷ്ണമേഖലാ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കുമെല്ലാം ഒരുപോലെ അത്യന്താപേക്ഷിതമായ വസ്തുവായിരുന്നു ഉപ്പ്. ഉപ്പ് നിർമ്മാണം സർക്കാരിന്റെ കുത്തകയായിരുന്നു. സ്വകാര്യ വ്യക്തികൾ ഉപ്പ് നിർമ്മിക്കുന്നത് കുറ്റകരമായി കണക്കാക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്തു. കാർഷിക ആവശ്യങ്ങൾക്കു കൂടി ഉപയോഗിച്ചിരുന്ന ഉപ്പിന്മേലുള്ള സർക്കാരിന്റെ കുത്തകയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് നിന്ദ്യമായ കുത്തക എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഉപ്പ് നിർമ്മാണം
സർക്കാരിൻ്റെ കുത്തകയായിരുന്നു. അതിനാൽ സ്വകാര്യ വ്യക്തികൾ ഉപ്പ് നിർമ്മിക്കുന്നത് കുറ്റകരമായിട്ട് കണക്കാക്കി അവർക്ക് ശിക്ഷ വിധിച്ചു. ഈ നിയമം ലംഘിക്കാനായിരുന്നു ഗാന്ധിജിയുടെ തീരുമാനം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഉപ്പ് നിയമം ലംഘിക്കാൻ തീരുമാനിച്ച സ്ഥലം എവിടെയാണ്? ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്താണ്. ഉപ്പ് നിയമം ലംഘിക്കാൻ തീരുമാനിച്ച സ്ഥലം എവിടെയാണ്? ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറം. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യവുമായിട്ട് ഒരു ബഹുജന സമരം തുടങ്ങാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തിയിരുന്നല്ലോ. സമരം ആരംഭിക്കുന്നതിന് മുൻപ് ഗാന്ധിജി വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിന് ബ്രിട്ടീഷ് ഭരണത്തിലെ കീഴിലെ ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. സർക്കാരിനെതിരെ സിവിൽ നിയമലംഘന സമരം ആരംഭിക്കുന്ന കാര്യവും കത്തിൽ സൂചിപ്പിച്ചിരുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സമരത്തിൽ പങ്കാളികളാക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. തുടർന്ന് ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘന സമരം തുടങ്ങാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ചിട്ട് ഉപ്പ് നിയമം ലംഘിക്കാനായിരുന്നു തീരുമാനം. ഇതിനായിട്ട് സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും തെരഞ്ഞെടുക്കപ്പെട്ട 78 സന്നദ്ധ പ്രവർത്തകരും പദയാത്ര നടത്തി. 24 ദിവസം നീണ്ടുനിന്ന യാത്ര റിപ്പോർട്ട് ചെയ്യാൻ നിരവധി വിദേശ പത്രപ്രവർത്തകരും എത്തിച്ചേർന്നു. യാത്രയിൽ പാതയ്ക്ക് ഇരുവശത്തും തിങ്ങിക്കൂടിയവരോട് ഗാന്ധിജി ശുചിത്വബോധം, ഖാദി ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത, സാമുദായിക സൗഹാർദ്ദം തുടങ്ങിയവയെക്കുറിച്ച് ഉദ്ബോധിപ്പിച്ചു. 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ചിട്ട് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചു. ഉപ്പ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച ലഘുലേഖകൾ തയ്യാറാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്തു. ഓക്കെ, അപ്പോൾ ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ചിട്ട് നിയമലംഘന സമരം തുടക്കം കുറിച്ചതെന്നാണ് 1930 ഏപ്രിൽ 6 ഗാന്ധിജിയും തെരഞ്ഞെടുക്കപ്പെട്ട 78 സന്നദ്ധ പ്രവർത്തകരും പദയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്നാണ്. ഉപ്പ് നിയമം ലംഘിക്കാൻ തീരുമാനിച്ച സ്ഥലം എവിടെയാണ്? ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്താണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് 2000-ലധികം പേർ അടങ്ങിയ സമര സംഘം എത്തിയത് 1930 മെയ് 21 മറ്റു ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങളാണ് പറയുന്നത് കേട്ടോ. ധരാസന, ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് 2000-ലധികം പേർ അടങ്ങിയ സമര സംഘം എത്തിയത് 1930 മെയ് 21 ഗുജറാത്തിലെ ധരാസനയിലെത്തിയത് മെയ് 21 ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലെ സമരത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു, ഇമാം സാഹിബ്. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു, ഇമാം സാഹിബുമാണ്. പോലീസ് സേന ഇരുമ്പ് കഷ്ണങ്ങൾ ഘടിപ്പിച്ച ലാത്തികൾ ഉപയോഗിച്ച് സമരക്കാർക്ക് നിലത്ത് വീഴുന്നതുവരെ മർദ്ദിച്ചു. മുന്നോട്ട് വന്ന ഓരോ പ്രവർത്തകരെയും പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചു. അവസാനം 11 മണിക്ക് താപനില 46.67 ഡിഗ്രി സെൽഷ്യസിലെത്തി നിൽക്കുമ്പോൾ പരിക്കേറ്റവർ 320 മരിച്ചവർ 2 ആയിരുന്നു. വർഷം 20 രാജ്യങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഞാൻ ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങളും ലഹളകളും തെരുവ് യുദ്ധങ്ങളും കലാപങ്ങളും കണ്ടിട്ടുണ്ടോ? എന്നാൽ ധരാസനയിലെ ഉണ്ടായതുപോലെ ഒരു സംഭവം ഞാൻ ദർശിച്ചിട്ടില്ല. അമേരിക്കൻ പത്രപ്രവർത്തകനും സമരത്തിന്റെ ദൃക്സാക്ഷിയുമായ വെബ് മില്ലറിന്റെ വാക്കുകളാണ്. വെബ് മില്ലറിന്റെ വാക്കുകളാണിത്. അപ്പോൾ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് 2000-ലധികം പേർ അടങ്ങിയ സമരസംഘം എത്തിയതെന്നാണ് 1930 മെയ് 21 ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലെ സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? അത് സരോജിനി നായിഡും ഇമാം സാഹിബുമാണ്. സരോജിനി നായിഡു ആൻഡ് ഇമാം സാഹിബാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് വടക്ക് പടിഞ്ഞാറ് ഇന്ത്യ നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. വടക്ക് പടിഞ്ഞാറ് ഇന്ത്യ നിയമ ലംഘന സമരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലെ നിയമലംഘന സമരത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ്. വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലെ നിയമലംഘന സമരത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഖാഫർ ഖാന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സേനയാണ് ഖുദായ് ഖിദ്മത് ഖാർ. ഖാൻ അബ്ദുൽ ഖാഫർ ഖാന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സേനയാണ് ഖുദായ് ഖിദ്മത് ഖാർ. നിയമലംഘന സമരത്തിലെ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം നോക്കാം. കർഷകർ സർക്കാരിന്റെ നികുതി നൽകാതെയും ജന്മിമാർക്ക് പാട്ടത്തുക നൽകാതെയും സമരത്തിൽ പങ്കാളികളായി. തൊഴിലാളികളാണെങ്കിൽ റെയിൽവേ, തുറമുഖം, ഖനി എന്നിവയിലെ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. മഹാരാഷ്ട്രയിലാണ് ഷോലാപൂരിൽ തൊഴിലാളികൾ നടത്തിയ സമരം അക്രമത്തിൽ കലാശിച്ചു. ഗോത്രജനത നെക്സ്റ്റ്. വനനിയമങ്ങൾ ലംഘിച്ച് കാടുകൾ കയറി വിഭവങ്ങൾ ശേഖരിച്ചു. സ്ത്രീകൾ ഉപ്പ് നിർമ്മാണം, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യൽ തുടങ്ങിയ സമരപരിപാടികളിൽ സജീവമായിട്ട് പങ്കെടുത്തു സ്ത്രീകൾ. കച്ചവടക്കാരും വ്യവസായികളും ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും തയ്യാറായില്ല. അപ്പോൾ നിയമലംഘന സമരത്തിൽ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തങ്ങളാണ് പറഞ്ഞത്.
റിപ്പീറ്റ് ചെയ്യണല്ലോ, ജസ്റ്റ് വായിച്ചാൽ മതിയേ. ഓക്കെ, നെക്സ്റ്റ് ആണ് റാണി ഗൈഡിൻലിയു. നിയമലംഘന സമരകാലത്ത് അറസ്റ്റിലാവുകയോ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ജയിൽ മോചിതയായ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ വനിതാ നേതാവാണ് റാണി ഗൈഡിൻലിയു. നിയമലംഘന സമരകാലത്ത് അറസ്റ്റിലാവുകയോ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ജയിൽ മോചിതയാവുകയും ചെയ്ത വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ വനിതാ നേതാവാണ് റാണി ഗൈഡിൻലിയു. റാണി ഗൈഡിൻലിയു യൗവനകാലം മുഴുവൻ ജയിലിൽ കഴിഞ്ഞു. ഇന്ത്യ അവരെ ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിനം വരും എന്ന് റാണി ഗൈഡിൻലിയുവെ ജയിലിൽ സന്ദർശിച്ച ശേഷം പറഞ്ഞ നേതാവാണ് ജവഹർലാൽ നെഹ്റു. ഓക്കെ, നെക്സ്റ്റ് ആണ് വട്ടമേശ സമ്മേളനങ്ങളാണ്. നിയമലംഘന സമരത്തിലെ ബഹുജന പങ്കാളിത്തം ചെറിയ ചില അധികാരങ്ങൾ ഇന്ത്യക്കാർക്ക് നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടത്തെ പ്രേരിപ്പിച്ചു. നിയമലംഘന സമരത്തിൽ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം സൂചിപ്പിക്കുന്ന വാർത്താപത്രിക തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഓക്കെ, നിയമലംഘന സമരത്തിലെ ബഹുജന പങ്കാളിത്തം ചെറിയ ചില അധികാരങ്ങൾ ഇന്ത്യക്കാർക്ക് നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടത്തെ പ്രേരിപ്പിച്ചു. ഇതിനായി നടന്ന ചർച്ചകൾ വട്ടമേശ സമ്മേളനങ്ങൾ എന്നറിയപ്പെടുന്നു. ആദ്യ വട്ടമേശ സമ്മേളനം നടന്ന വർഷമാണ് 1930. കോൺഗ്രസ് ബഹിഷ്കരിച്ച വട്ടമേശ സമ്മേളനങ്ങളാണ് ഒന്നാം വട്ടമേശ സമ്മേളനവും മൂന്നാം വട്ടമേശ സമ്മേളനവും. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. അപ്പോൾ കോൺഗ്രസ് ബഹിഷ്കരിച്ച വട്ടമേശ സമ്മേളനങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാം വട്ടമേശ സമ്മേളനവും മൂന്നാം വട്ടമേശ സമ്മേളനവും. ആദ്യ വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1930. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനം നിഷ്ഫലമായി അവസാനിച്ചു. വട്ടമേശ സമ്മേളനങ്ങൾ വിജയകരമായിരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് ഗാന്ധി സംഭാഷണങ്ങൾ. ഓക്കെ, നിയമലംഘന സമരം അവസാനിപ്പിക്കാനും രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയെ പങ്കെടുപ്പിക്കുവാനും ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഉടമ്പടിയാണ് ഗാന്ധി-ഇർവിൻ ഉടമ്പടി. നിയമലംഘന സമരം അവസാനിപ്പിക്കാനും രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയെ പങ്കെടുപ്പിക്കാനും ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഉടമ്പടിയാണ് ഗാന്ധി-ഇർവിൻ ഉടമ്പടി. ഗാന്ധി-ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് 1931 മാർച്ച് 5-നാണ്. 1931 മാർച്ച് 5-നാണ് ഗാന്ധി-ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത്. ഗാന്ധി-ഇർവിൻ ഉടമ്പടിയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? നിയമലംഘന സമരം നിർത്തിവെച്ചു. ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതൊക്കെയാണ് ഗാന്ധി-ഇർവിൻ ഉടമ്പടിയുടെ ഫലങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ആണ് വിപ്ലവ പ്രസ്ഥാനങ്ങൾ. സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ കോൺഗ്രസിൻ്റെയും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സമര രീതികൾക്കൊപ്പം വ്യത്യസ്തമായ മറ്റു മാർഗങ്ങളും പലരും സ്വീകരിച്ചു. അതിൽ അഹിംസാ മാർഗത്തിന് പകരം ചിലർ വിപ്ലവത്തിൻ്റെ വഴി സ്വീകരിച്ചു. ഓക്കെ, സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും നേതൃത്വത്തിൽ നടന്ന സമര രീതികൾക്കൊപ്പം അഹിംസാ മാർഗത്തിന് പകരം ചിലർ വിപ്ലവത്തിൻ്റെ വഴി സ്വീകരിച്ചു. യുവാക്കളായിരുന്നു അവരിൽ ഭൂരിഭാഗവും. വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണം റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയം നിസ്സഹകരണ സമരം പാതി വഴിയിൽ അവസാനിപ്പിച്ചത്. വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണം എന്താണ്? മെയിനായിട്ട് റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയം, പിന്നെ നിസ്സഹകരണ സമരം പാതി വഴിയിൽ അവസാനിപ്പിച്ചത്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ സംഘടന രൂപം കൊണ്ടത് 1924-ലാണ്. HRA ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ സംഘടന രൂപം കൊണ്ടത് 1924-ലാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലെത്താൻ കോൺഗ്രസിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും നേതൃത്വത്തിൽ നടന്ന സമര രീതികൾക്കൊപ്പം അഹിംസാ മാർഗത്തിന് പകരം ചിലർ വിപ്ലവത്തിൻ്റെ വഴി സ്വീകരിച്ചു. യുവാക്കളായിരുന്ന ഇവരിൽ ഭൂരിഭാഗവും. വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണം റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയം, നിസ്സഹകരണ സമരം പാതി വഴിയിൽ അവസാനിച്ചത്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA എന്ന വിപ്ലവ സംഘടന രൂപം കൊണ്ടത് 1924-ലാണ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ സംഘടന രൂപം കൊണ്ടത് എന്നാണ്? 1924-ലാണ്. HRA ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന രൂപം കൊണ്ടത്. വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ വേണ്ടി റെയിൽവേയുടെ പണം കൈക്കലാക്കാൻ വിപ്ലവകാരികൾ ശ്രമിച്ച സംഭവമാണ് കാക്കോരി സംഭവം. ഉത്തർപ്രദേശിലാണ് കാക്കോരി സംഭവം. കാക്കോരി സംഭവം നടന്നത് 1925 ഓഗസ്റ്റ് 9-നാണ്. ഓഗസ്റ്റ് മാസം 9-ാം തീയതി 1925-ലാണ് കാക്കോരി സംഭവം നടന്നത്. ആയുധങ്ങൾ വാങ്ങാൻ പണം കണ്ടെത്തുന്നതിനായിട്ട് വിപ്ലവകാരികൾ ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള കാക്കോരിയിൽ വെച്ച് തടഞ്ഞ തീവണ്ടിയാണ് 8 ഡൗൺ തീവണ്ടി. 8 ഡൗൺ ട്രെയിനാണ് വിപ്ലവകാരികൾ തടഞ്ഞത്. ആയുധങ്ങൾ വാങ്ങാൻ പണം കണ്ടെത്താനായിട്ട് വിപ്ലവകാരികൾ ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള കാക്കോരിയിൽ വെച്ച് തടഞ്ഞ തീവണ്ടിയാണ് 8 ഡൗൺ ട്രെയിൻ. കാക്കോരി കേസിലെ വധശിക്ഷ ലഭിച്ച നേതാക്കളാണ് രാംപ്രസാദ് ബിസ്മില്ല, അഷ്ഫാഖ് ഉള്ള ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ്. കാക്കോരി വധക്കേസിലെ വധശിക്ഷ ലഭിച്ച നേതാക്കൾ ആരൊക്കെയാണ്?
ഒന്ന് റോഷൻ സിംഗ്, രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫഖുല്ല ഖാൻ, രാജേന്ദ്ര ലാഹിരി. 4 പേരെ ആൻഡമാൻ ദ്വീപിലേക്ക് നാടുകടത്തി. 17 പേർക്ക് തടവ് ശിക്ഷ ലഭിച്ചു.